ഹായ് ഫ്രണ്ട്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മുടെ ഫാമിലിയായിട്ട് ഷെയർ ചെയ്യും. എൻ്റെ ഫാമിലി അച്ചീവ്മെന്റ് ചെയ്ത ഇപ്പോൾ പ്ലേ ബട്ടൺ കിട്ടി കണ്ടോ, ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം സുപരിചിതമായിട്ടുള്ള ചാനലായിരിക്കാം. അതുപോലെ ഒരുപാട് പേർക്ക് പേയ്മെന്റ് കിട്ടി, അത് ഞാൻ ഇവിടെ കാണിക്കും. കാരണം എന്താണ്, എൻ്റെ ഫാമിലിയുടെ അച്ചീവ്മെന്റ് എൻ്റെ അച്ചീവ്മെന്റ് ആണ്. ഇവർക്ക് പ്ലേ ബട്ടൺ കിട്ടാൻ ഞാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അച്ചീവ്മെന്റ് ആണ്. അത് എൻ്റെ ഫാമിലിയോട് ഞാൻ ഉള്ളു തുറന്ന് തന്നെ പറയും, കാണിക്കും. എൻ്റെ ജീവനോടത്തോളം കാലം ഞാൻ ചെയ്തിട്ടുള്ള പ്രവൃത്തി, എൻ്റെ വിജയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എൻ്റെ ഫാമിലിയുടെ വിജയമാണ് എൻ്റെ വിജയം. അത് ഞാൻ തീർച്ചയായിട്ടും കാണിക്കും. അതേപോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോ മൂല്യവത്തുള്ള വീഡിയോ ആണ്. എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബേഴ്സിന് മോട്ടിവേഷൻ, ഈ വീഡിയോ തന്നെ നിങ്ങൾക്കൊരു മോട്ടിവേഷനാണ്. ഞാൻ ആരെയും ചവിട്ടിത്താഴ്ത്താനോ മറ്റുള്ള കാര്യങ്ങൾ പറയാനോ ഒന്നുമല്ല, നിങ്ങളുടെ മോട്ടിവേഷൻ ആയിട്ട് ഇരിക്കാനാണ്. പക്ഷെ പേയ്മെന്റ് ചെയ്തിട്ട് അവർ എന്തൊരു വർക്കിന് പേയ്മെന്റ് ചെയ്തവരായിക്കോട്ടെ, ഞാൻ അത് ലേബിൾ ചെയ്ത് വെക്കും, പ്രത്യേകം ലേബിൾ ചെയ്ത്. കാരണം നിങ്ങളോട് ഞാൻ ഇത് പ്രത്യേകം ഉള്ളു തുറന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇവർ പേയ്മെന്റ് തന്നിട്ട് നമ്മൾ വിശ്വസിച്ചിട്ടാണ്. അല്ലാണ്ട് മറ്റുള്ളവർ പറയുന്ന പോലെ മറ്റുള്ളവരുടെ അടുത്ത് പൈസ കൊടുത്തിട്ട് അവർ എന്നെ പറ്റിച്ചു. എൻ്റെ അടുത്ത് ഒരുപാട് പേര് വരും, എന്നെ പറ്റിച്ചു, അവർ പൈസ കൊടുത്ത് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ഒരു റിപ്ലൈ ഇല്ല, ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി ഇരിക്കുന്ന ജന്മങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പോട്ടെ, അത് അവർക്ക് എന്തെങ്കിലും സമയം കുറവ് എന്തായാലും, നിങ്ങളുടെ ഇഷ്യൂസ് എന്താണ് അത് പറയൂ എന്ന് പറയും. ഇന്നലെ ഒരു മേഡത്തിന്റെ ചാനൽ പോയി, ഓക്കെ, ചാനൽ പോയി. ആ സമയം തന്നെ ഞാൻ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഇതിൽ തുടങ്ങും. നിങ്ങൾ കരയേണ്ട, ഇപ്പം ഞാൻ ആത്മഹത്യ ചെയ്യും പറഞ്ഞിട്ട് കരഞ്ഞ്, ഞാൻ റെക്കോർഡൊന്നും കേൾപ്പിക്കുന്നില്ല, വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. അത്രയധികം ഞാൻ ഒരു മിനിറ്റ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഞാനത് കേൾപ്പിക്കേണ്ട എന്തിനാണെന്ന് വിചാരിച്ചാണ്. അവർ അത്രയും കരഞ്ഞു പറഞ്ഞപ്പോൾ എനിക്കിറക്കാൻ സങ്കടം വന്നു. അതുകൊണ്ട് ഞാൻ നോക്കിക്കോട്ടെ, ഇവിടെ എവിടെ ഉണ്ടോ, ഞാൻ ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തവർക്ക് ഇവിടെ വന്ന് കാണാന്ന് വെച്ചാൽ ഞാൻ അവിടെ വന്ന് കണ്ടോണ്ട് ചട്ടിട്ട് കഷ്ടപ്പെട്ടിട്ട് വന്ന് പോയതാ. എന്റെ ചാനലുകൾ എടുത്തു തരും. ഇവിടെ വന്ന് കാണാന്ന് വെച്ചാൽ ഞാൻ അവിടെ വന്ന് കണ്ടോണ്ട് എനിക്ക് ചാനൽ വേണം, ഒന്ന് ക്ലിയർ ആക്കി തരാൻ പറ്റുമോ, ഒരു മറുപടി ഒന്ന് വേഗം തരുമോ? ഞങ്ങളെ നമ്പർ ഞാൻ സേവ് ചെയ്തതായിരുന്നു, നിങ്ങളെ വിളിക്കണം എന്ന് വിചാരിച്ചിട്ട്. ഇന്നലെ എപ്പത് ഉണ്ടായത്, ഇന്നിപ്പത് പോവുകയും ചെയ്തു. എന്റെ ചാനൽ ശരിയാക്കി തരുമോ നിങ്ങളെ? ഞാൻ എന്താ വേണമെന്ന് വെച്ചാൽ പൈസ എത്ര ഞാൻ തരാം. പിന്നെ ഉറപ്പൊക്കെ ആത്മഹത്യ ചെയ്യാനാ തോന്നണത്. എന്റെ അവസ്ഥ അങ്ങനെയാണ്. കണ്ടോ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അവരുടെ വോയിസ് അവർ അത്രയ്ക്ക് അധികം വിഷമിച്ചിട്ടാണ് അവർ എൻ്റെ അടുത്ത് വന്നത്. ഉടനെ ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. എന്താ ഇഷ്യൂസ് തണുത്തതൊക്കെ ഞാൻ അവരോട് ഷെയർ ചെയ്തു, അവരോട് പറഞ്ഞു കൊടുത്തു. എനിക്ക് അത്രയേ ഉള്ളൂ. എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു വ്യക്തി കരഞ്ഞു പറയുമ്പോൾ ഞാൻ കണ്ടില്ല എന്ന് നടിക്കാൻ ഞാൻ മനുഷ്യത്വം ഇല്ലാത്ത ആളല്ല, ഓക്കെ. അപ്പം ഞാൻ ഇത് പറഞ്ഞു വരാനുള്ള കാരണം, യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മളെ കൊണ്ടാവുന്ന ഹെൽപ്പ് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും, ഓക്കെ. എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു കാര്യം കരുതൽ എന്നും ഉണ്ടായിരിക്കണം. അതായത് പറയില്ലേ, നമ്മൾ 1000 നന്മ ചെയ്താലും ശരി, ഒരു തെറ്റിന് വേണ്ടി ലോകം കാത്തിരിക്കുകയാണ്. നമ്മുടെ ഒരു തെറ്റിന് വേണ്ടി ലോകം കാത്തിരിക്കുകയാണ്. ആ ഒരു തെറ്റ് സംഭവിച്ചാലുണ്ടല്ലോ, ഇത്രയും ചെയ്ത നന്മ ഒരാളും കാണില്ല. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ നന്മ ചെയ്ത വ്യക്തിയാണെന്ന് ആരും കാണില്ല, ആ തെറ്റായിരിക്കും ചൂണ്ടിക്കാണിക്കുക. അവിടെ ഹൈലൈറ്റ് ആകുന്ന തെറ്റാണ്. പിന്നെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വേറൊരു കാര്യം, നിങ്ങൾ എല്ലാവരും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഓക്കെ. അപ്പം നമ്മൾ എന്താണ്, നമ്മൾ ചാനൽ വീഡിയോസ് ഇടുന്ന വ്യൂസ് കിട്ടാനും, നല്ല സബ്സ്ക്രൈബർ കിട്ടാനും, അതുപോലെ തന്നെ വാച്ച് അവർ കിട്ടാനും, അതുപോലെ തന്നെ നമുക്ക് ഏണിങ്സ് കിട്ടാനും, ഇങ്ങനെ എല്ലാവർക്കും ഓരോരോ ഘടകങ്ങളാണ്, ഓരോരോ കാര്യങ്ങളിലാണ് നന്നായി ഫോക്കസ് ചെയ്യണത്. തുടക്കക്കാരനാണെങ്കിൽ അവ ആദ്യം സബ് ചെയ്യാൻ വേണ്ടി പലവടിയും പോയിട്ട് ചേട്ടാ ഒന്ന് സബ് ചെയ്യൂ, ചേട്ടാ ചേച്ചി സബ് ചെയ്യൂ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ, ബസ്സിൽ പോകണമെങ്കിൽ, റെയിൽവേ സ്റ്റേഷനിൽ പോകണമെങ്കിൽ, എവിടേക്ക് കാണുന്നു അവരിലൊക്കെ ഒന്ന് സബ് ചെയ്യും. തുടക്കത്തിൽ സബ് കിട്ടാൻ വേണ്ടി ചെയ്യും. നമ്മുടെ വീഡിയോയുടെ താഴെ സബ് ചെയ്യും, ഇങ്ങോട്ട് വരും, 24 മണിക്കൂർ കഴിഞ്ഞ് അങ്ങോട്ട് വരാം. ഇതെല്ലാം പറയുന്ന അവരുടെ ആവശ്യമാണ്. സബ് കിട്ടണം എന്നുള്ള ആവശ്യത്തിനാണ് അവരെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാവർക്കും അറിയാം, ബിഗിനറായിട്ട് വരുന്നവർക്കും അറിയാം. ഇതെല്ലാം ചെയ്യുന്നത് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ എന്തുകൊണ്ട് ഇത് ചിന്തിക്കുന്നില്ല? ഈ സബ് ചെയ്തവരൊക്കെ വ്യൂ ചെയ്യുമോ? ഈ സബ് ചെയ്തവരൊക്കെ എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടവരാണോ? അല്ല, ഒരിക്കലും അല്ല. നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോ, ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ സബ്ബൊക്കെ വരുന്നത് വെച്ചാൽ അവർ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മുടെ വീഡിയോ തുടർന്നുള്ള വീഡിയോ കാണും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് ഏതൊരു യൂട്യൂബേഴ്സിൻ്റെ കടമയാണ്. നമ്മുടെ ചാനൽ നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു മോട്ടിവേഷനായിട്ട്, നമ്മൾ സ്വയം ഒരു മോട്ടിവേഷനുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ യൂട്യൂബിലോട്ട് പോകുമ്പോഴേ നമ്മളെ ആർക്കും തകർക്കാൻ കഴിയില്ല. കാരണം എന്താ പറയുക, നമ്മൾ ഓൾറെഡി തകർന്നിട്ട് ആ ഒരു തരിപ്പണം ആയതിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ഒരുപാട് ജീവിതത്തിൽ അനുഭവിച്ച് വന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ കച്ചിത്തുരുമ്പ് എന്തെങ്കിലും കണ്ടെത്തി അതിലോട്ട് മുന്നോട്ട് പോകണമെന്ന് ആളിക്കത്തുന്ന ഒരു തീ പോലെ തന്നെയാണ് ഇത്. കെടുത്താൻ ഫയർഫോഴ്സ് ഒന്നും വരണ്ട. ആ ആളിക്കത്തുന്ന തീ ഏത് ഫയർഫോഴ്സ് കൊണ്ട് വന്ന് കെടുത്താൻ നോക്കിയാലും കെടുത്താൻ പറ്റില്ല. അത്രയധികം തീ കൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. കാരണം നമ്മൾ ഒരാൾ ഹെൽപ്പ് ചെയ്യും എന്ന് വിചാരിച്ച് നമുക്ക് ഒരു മേഖലയിലും ജീവിക്കാൻ സാധിക്കില്ല. നമ്മൾ തന്നെ സ്വയം ഇറങ്ങിത്തിരിക്കണം.
അപ്പം ഞാനിത് പറയുന്നത് ഏതൊരു യൂട്യൂബറും അവരുടെ കണ്ടന്റ് കൊണ്ടുപോകുമ്പോൾ ആ കണ്ടന്റ് എന്താണോ അതുമായിട്ട് തന്നെ പോകണം. മറ്റുള്ളതിലേക്ക് വ്യതിചലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസിന് കൺഫ്യൂഷൻ ആവും. ആര് പറയുന്നതാണ് ശരി, അവർ പറയുന്നതാണോ ഇവർ പറയുന്നത്, ഈ ഓഡിയൻസിന് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കൺഫ്യൂഷൻ ആക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇതൊക്കെ എന്തിനാണ് പറയുന്നത് വെച്ചാൽ, നമ്മൾ യൂട്യൂബിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളെ തളർത്താൻ വേണ്ടി പല ഭാഗങ്ങളിൽ നിന്ന് പല ഫോഴ്സും വരും. അതിലൊന്നും നമ്മൾ തളരാൻ പാടില്ല. നമ്മുടെ ജീവിത ലക്ഷ്യമാർഗം എന്താണോ അത് ഫോക്കസ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് ഉപദ്രവവും ഇല്ല എന്നുള്ള 100% ഉറപ്പുണ്ടെങ്കിൽ ആ കാര്യമായി മുന്നോട്ട് തന്നെ പോകാം. ഒരു രീതിയിലും നിങ്ങളെ ആർക്കും തകർക്കാൻ സാധിക്കില്ല. ഇത് എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും മനസ്സിൽ വെക്കേണ്ട ഒരു വാചകമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന നല്ല കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാം, ഒരു പ്രശ്നവുമില്ല. നമ്മൾ ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരാൾക്കും നമ്മളെ തകർക്കാൻ പറ്റില്ല. അത് തന്നെ ശ്രദ്ധിക്കുക. പിന്നെ വേറെ ഒരു വലിയൊരു യൂട്യൂബർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രസംഗത്തിൽ, അതായത് നിനക്ക് കിട്ടുന്നത് നിന്റെ പാത്രത്തിൽ എന്താണോ അത് നോക്കിയാൽ പോരെ, മറ്റുള്ളവരുടെ പാത്രത്തിൽ എന്ത് കിട്ടിയെന്ന് എന്തിനാ നോക്കുന്നത് എന്ന് ഒരു വലിയൊരു യൂട്യൂബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താന്ന് വെച്ചാൽ അവരെയൊക്കെ നമ്മൾ ഒരുപാട് സഹായിച്ചതാണ്. അവരുടെ ഒരു പ്രസംഗം കേട്ടു, അതിലാണ് പറഞ്ഞത്. അതാണ് നമുക്ക് എന്തുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ ഫാമിലി നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമന്റിന് റിപ്ലൈ തരുന്നുണ്ട്. നമ്മളെല്ലാവരും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ ഇടുന്ന വീഡിയോ, നമ്മൾ ഇടുന്ന കാര്യങ്ങൾ എല്ലാം അക്യുറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന തമ്പനയിൽ, ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാനത് എൻ്റെ സ്ക്രീനായി വെക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ആ തമ്പനയിലൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു മനസ്സിലാക്കണം. അതുപോലെ തന്നെ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്, വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയത്താണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്, ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ എന്താണ്, ഇതെല്ലാം നമ്മൾ ചാനലിൽ A to Z കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനൽ കണ്ട് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ ചാനലിൽ അപ്ലൈ ചെയ്ത് ഒരുപാട് സക്സസ് ആയിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ ഏതൊരു കണ്ടന്റ് ക്രിയേറ്ററും, നമ്മളുടെ ഫാമിലി, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഫാമിലി ഉണ്ടാവും. നിങ്ങളെല്ലാവരും ചാനൽ കൊണ്ട് നടക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നുള്ളൊരു ഫാമിലി ഉണ്ടാവും. അപ്പോൾ അവരെ എപ്പോഴും നമ്മൾ കൂടെ ചേർത്തി പിടിച്ച്, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാലോ, എന്താണ് അവരുടെ അവസ്ഥ, എന്ത് കണ്ടന്റുമായി ബന്ധപ്പെട്ടിട്ടാണോ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്ന് റിപ്ലൈ കൊടുക്കുക. നമ്മൾ കമന്റിനൊക്കെ റിപ്ലൈ കൊടുക്കുക, കമന്റ് എപ്പോഴും അവരുടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക. അവരുടെ ആവശ്യം, പല പല ആവശ്യങ്ങൾ വരും. എന്തൊക്കെ അറിയാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക. എപ്പോഴും മോട്ടിവേഷൻ ഉള്ള ഒരാളായിട്ട് പ്രവർത്തിക്കുക. എപ്പോഴും നമ്മൾ അത് വിടരുത്. മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ കാണുക. നല്ല നല്ല മോട്ടിവേഷൻ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഇങ്ങനെ ഇരുന്ന പോരെ, എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യണം, എന്നെ കൊണ്ട് ആവുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് ആവുന്ന പോലെ ചെയ്യണം എന്നുള്ളൊരു ചിന്ത വരും. നമ്മുടെ അടുത്ത് കൂടെ വർക്ക് ചെയ്യുന്നവർ പറയും, എങ്ങനെയാണ് ഒരു മോട്ടിവേഷൻ തരും, നിന്നെ കൊണ്ട് ഓടാൻ പറ്റുന്നിടത്തോളം നീ ഓടൂ, നിനക്ക് ഓടാൻ കഴിയില്ല വെച്ചാൽ നീ നടക്കൂ, നടക്കാൻ കഴിയില്ല വെച്ചാൽ നീ എഴയൂ, എന്നിരുന്നാലും നിന്റെ ലക്ഷ്യം മുന്നോട്ട് എന്നാണ് പറയുക. കാരണം നമ്മൾ പിന്തിരിയാൻ പാടില്ല, പിന്തിരിഞ്ഞ് പിന്നോട്ട് നോക്കാനേ പാടില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്, മുന്നോട്ട് തന്നെ ആയിരിക്കണം. അത് എത്ര തന്നെയാണെങ്കിലും ശരി, നമ്മുടെ ലക്ഷ്യബോധം മുന്നോട്ട് തന്നെ ആയിരിക്കണം. ആ ഒരു ലക്ഷ്യബോധത്തിലൂടെ തന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുക. നമ്മളെ തകർക്കാൻ ഒരാൾക്ക് സാധിക്കില്ല എന്നുള്ള ആ ലക്ഷ്യബോധം എന്നും മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ഇത് എല്ലാ ക്രിയേറ്റേഴ്സിനും ഉണ്ടാവേണ്ട കാര്യം തന്നെയാണ്. ഈ പവർ എന്ന് പറയുന്നത്, ഈ ശക്തി എന്ന് പറയുന്നത് മറ്റുള്ളവർ നിന്ന് ആരും തരുന്നതല്ല, നമ്മൾ മെന്റലി ഹെൽത്തിലി ഉണ്ടാക്കേണ്ട ഒരു പവറാണ്. അല്ലാണ്ട് ഒരാളും നമ്മുടെ കയ്യിൽ ഈ പവർ ഇഞ്ചക്ട് ചെയ്യട്ടെ, പവർ മറ്റുള്ള എന്തെങ്കിലും ഗുളിക കഴിച്ചിട്ട് കിട്ടട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒന്നും ആരും നമുക്ക് തരുന്നതല്ല. നമ്മൾ സ്വയം ആർജിക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത് മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ കാണണം. സ്വയം അത്തരത്തിൽ ആർജിച്ചുകൊണ്ട് നല്ല നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ എപ്പോഴും യൂട്യൂബിൽ അതാണ് ശ്രദ്ധിക്കുക. യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. ഈ നല്ല നല്ല കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ചിലവർ മഴ പെയ്യുമ്പോൾ മഴ മാത്രം, കുട്ടികൾ കളിക്കുമ്പോൾ കുട്ടികൾ മാത്രം, ഡാൻസ് അങ്ങനെ കളിക്കുക, പല പല കണ്ടന്റൊക്കെ ഇട്ടിട്ട് വീഡിയോസ് ഇടുമ്പോൾ അവരുടെ ചാനലിൽ അത്തരത്തിൽ റീച്ച് വരില്ല. നല്ല കണ്ടന്റ് എന്താണ്, അവരുടെ കണ്ടന്റ് എന്ന് പറയുന്ന ക്വാളിറ്റി, തമ്പനയിൽ, ടൈറ്റിൽ, അതുപോലെ പറയുന്ന കാര്യം, ആ ഇരിക്കുന്ന ആള്, ഓഡിയൻസ് ആയിട്ടുള്ളവർ ഇരിക്കുന്നവർക്ക് അത് ഫലപ്രദമായിട്ടുള്ളതായിരിക്കണം. അവർക്ക് കേൾക്കുമ്പോൾ അത് അവർക്ക് ഉൾക്കൊള്ളണം, അവർക്കത് മനസ്സിലാകണം, അത് അവർക്ക് കിട്ടണം. ഇനി അടുത്ത എപ്പിസോഡ് കിട്ടണം, അടുത്ത വീഡിയോ ഇവരുടെ വന്നാൽ ഞാൻ കാണും എന്നുള്ള മനോഭാവം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അതാണ് കണ്ടന്റ്. നല്ലൊരു കണ്ടന്റ് എന്ന് പറയുന്നത് ഓഡിയൻസിന് ഇഷ്ടപ്പെടണം. ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടാലേ നമ്മൾ ഏത് മേഖലയിലും വിജയിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാര്യം ഓഡിയൻസിന് ഇഷ്ടപ്പെടാൻ വേണ്ടി നമ്മൾ തന്നെ പരിശ്രമിക്കണം എന്ന് പറയാം. അതിനുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അതിൻ്റെ ഡൗട്ട് യൂട്യൂബേഴ്സ് കോർണർ മലയാളം. അപ്പോൾ നിങ്ങൾക്ക് തമ്പനയിൽ യൂട്യൂബേഴ്സ്
_മലയാളം എന്ന് സെർച്ച് ചെയ്താൽ എന്താണ് ഡൗട്ട് അതുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോ കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. സ്ക്രീൻ റെക്കോർഡ് സഹിതം എങ്ങനെയാണെന്നുള്ള സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിട്ടിരിക്കാൻ, അതായത് യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഫീൽഡിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര വലിയ ആളായാലും ശരി നിങ്ങൾക്ക് പ്രതിസന്ധികൾ തീർച്ചയായിട്ടും വരും. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ പിന്നാലെ വരുന്ന ഞാഞ്ഞൂളും തലപൊക്കി തുടങ്ങും എന്ന് പറയുന്നില്ലേ, പിന്നാലെ വരുന്നവരായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശത്രുത ഉണ്ടാക്കുക. കാരണം നിങ്ങൾ ഹൈലൈറ്റ് ആയിട്ടുള്ളവരിയ്ക്കുന്ന ആളായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളെ ശത്രുത വെച്ച് ഇങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് കുറച്ച് ഗുണങ്ങൾ ലഭിക്കും. എന്താണ് ഗുണം? നമ്മുടെ ഫാമിലിയിൽ നിന്ന് കുറേ ആളുകൾ പോകും, നമ്മൾ കഷ്ടപ്പെട്ടിട്ടുള്ള കുറേ ആളുകൾ അതിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയെല്ലാം അറിയപ്പെടും. അങ്ങനെയെല്ലാം അറിയപ്പെട്ടു കഴിഞ്ഞാൽ വലിയ ആളായി എന്നുള്ള ധാരണ വരും. അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഈ ഞാഞ്ഞൂളുകൾക്ക് ഉണ്ടാവും. അപ്പോൾ അതൊന്നും നമ്മൾ മനസ്സിൽ കൊള്ളണ്ട, നമ്മൾ മനസ്സിൽ വെക്കുകയേ വേണ്ട. അങ്ങനെയുള്ള കാര്യമൊന്നും നമ്മൾ എന്താണോ ലക്ഷ്യബോധം അതോടുകൂടി മുന്നോട്ട് പോകുക. ഓക്കെ, അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലുണ്ടാവട്ടെ എന്നുള്ള കരുതലോടുകൂടി തന്നെയാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ എന്തിനാ വന്ന് നന്നായി പ്രവർത്തിക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, നന്നായിട്ട് നമ്മളെ അച്ചീവ്മെൻറ്റ് ചെയ്യാൻ, ഫേമസ് ആവാൻ. ഫേമസും ഇതിൽ വലിയൊരു ഘടകമാണ്. നമ്മളൊരു യൂട്യൂബർ ആകുമ്പോൾ ഒരുപാട് ഫേമസ് ആവും. തീർച്ചയായിട്ടും ആ ഫേമസ് തന്നെയാണ് ഇത്തരം ആളുകൾക്കൊക്കെ ജ്വലനം. അതായത് എന്താ പറയുക, മനസ്സിൽ അസൂയ, കുശുമ്പ് ഇങ്ങനെയുള്ളതൊക്കെ ഉടലെടുക്കാൻ കാരണം അങ്ങനെയൊക്കെയാണ് വരിക. അത് ഉണ്ടാവും, സ്വാഭാവികമാണ്, മനുഷ്യനാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഹോർമോണുകളൊക്കെ പ്രവർത്തിക്കുമ്പോൾ അത് ഉണ്ടാവും. അത് നമ്മളൊരു യൂട്യൂബർ ആകുമ്പോൾ നമുക്ക് ഉൾക്കരുത്ത്, മനക്കരുത്ത് എല്ലാം ഉണ്ടാവേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.